സ്വർണത്തിനേക്കാളും ഡയമണ്ടിനേക്കാളും ഇനി ലോകത്തിലുള്ള എന്തിനേക്കാളും മൾട്ടിപ്പിൾ ടൈംസ് പൊട്ടൻഷ്യലി പെർഫോം ചെയ്യാൻ പോകുന്ന ഒരു അസറ്റ് ക്ലാസ്സിലേക്കുള്ള നിങ്ങളുടെ എൻട്രി ടിക്കറ്റാണ് ദേ. ബട്ട് തെറ്റായ രീതിയിൽ നിങ്ങൾ ചെയ്താൽ പണവും സമയവും മാത്രമല്ല നിങ്ങളുടെ പ്രൈവസി വരെ നഷ്ടപ്പെട്ടേക്കാം. ഞാനിപ്പോൾ പറയുന്നത് ക്രിപ്റ്റോയെ പറ്റിയാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ക്രിപ്റ്റോ വാങ്ങിക്കുക എന്ന് പറയുന്നതാണ് ക്രിപ്റ്റോയിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം. അത് കൂടുതൽ മനസ്സിലാക്കുക, അതെങ്ങനെ സ്റ്റോർ ചെയ്യുക, മറ്റുള്ള കാര്യങ്ങളാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെയാണ് ഞാൻ ഈ വീഡിയോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്രിപ്റ്റോയിലെ നിങ്ങളുടെ അറിവ് എത്ര കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മാത്രം മതിയാവും. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം ഞാൻ പറയാം. 1. എന്താണ് ക്രിപ്റ്റോ? 2. സ്റ്റോക്ക് മാർക്കറ്റിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ ആണോ ക്രിപ്റ്റോ? ആണെങ്കിൽ എന്തുകൊണ്ട്? 3. സെക്യൂറായി നമ്മൾ ക്രിപ്റ്റോ വാങ്ങിയില്ലെങ്കിൽ ആ ക്രിപ്റ്റോ നഷ്ടപ്പെടുന്നതിനപ്പുറം നമുക്കുണ്ടാകാൻ പോകുന്ന വലിയ ഡാമേജസ് എന്തൊക്കെയാണ്? 4. ഇപ്പോൾ തന്നെ ക്രിപ്റ്റോയിൽ എൻ്റർ ചെയ്യാൻ നിങ്ങൾ ലേറ്റ് ആയോ? ഇനി ക്രിപ്റ്റോയിൽ എൻ്റർ ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? 5. എങ്ങനെ ക്രിപ്റ്റോ വാങ്ങി തുടങ്ങാം, എങ്ങനെ അത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യാം? 6. ക്രിപ്റ്റോ വാങ്ങുന്നതിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിക് ഗെയിം പ്ലാൻ. ഞാനിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ആരാണ് ഒരു കാരണവശാലും ക്രിപ്റ്റോ വാങ്ങാൻ പാടില്ലാത്തത് എന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ ആ കാറ്റഗറിയിലാണോ പെടുന്നത് എന്നും മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സിലെല്ലാം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, ഇത് പ്യുവർലി ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. നിങ്ങൾ നിങ്ങളുടെ പണം എവിടെ ഇടുന്നതിന് മുമ്പും കൃത്യമായിട്ടുള്ള റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം പണം ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ വെൽക്കം ഹോം. അപ്പോൾ ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ റെഡിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഈ ചാനലിൽ വന്ന് നിങ്ങളുടെ സമയം ഒരിക്കലും നഷ്ടമാവില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഞാനിവിടെ ചെയ്യുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ലൈഫും ഫിനാൻസും ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ടീമിന്റെ ഭാഗമാവാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, പല ആളുകളും പറയും ക്രിപ്റ്റോ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന്. പക്ഷേ നമ്മൾ എല്ലാ കാലഘട്ടത്തിലും ആളുകളുടെ സൈക്കോളജി, അതായത് മനുഷ്യരുടെ സൈക്കോളജി നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ വാല്യൂ ഭാവിയിൽ അപ്രിഷിയേറ്റ് ചെയ്യും, അതല്ലെങ്കിൽ മുകളിലോട്ട് പോകും എന്ന് തോന്നിയാൽ തന്നെ അപ്പം തന്നെ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം മനുഷ്യർക്കുണ്ട്. ഫോർ എക്സാമ്പിൾ ലാൻഡ്, റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഫോറിൻ കറൻസീസ്, കമ്പനി ഷെയർസ്, ഇതെല്ലാം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആക്കി കൺവേർട്ട് ചെയ്തു. ക്രിപ്റ്റോയും ഇതേപോലെ തന്നെയായിരുന്നു. ക്രിപ്റ്റോ ആദ്യം ഡെവലപ്പ് ചെയ്ത സമയത്ത് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലായിരുന്നില്ല ഡെവലപ്പ് ചെയ്തത്. പക്ഷേ പിന്നീട് ആളുകൾ ഇതിന്റെ വാല്യൂ മനസ്സിലാക്കുകയും ഇതിന് ഭാവിയിൽ ഒരുപാട് വാല്യൂ കൂടാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം ഇത് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ കൂടെ ആളുകൾ കാണാൻ തുടങ്ങി. പക്ഷേ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നില്ലെങ്കിൽ ഇത് ആദ്യം തുടങ്ങാനുണ്ടായിരുന്ന പർപ്പസ്, അതല്ലെങ്കിൽ ഇത് തുടങ്ങാനുണ്ടായിരുന്ന മോട്ടീവ് എന്തായിരുന്നു? ഈ ക്രിപ്റ്റോ ഡെവലപ്പ് ചെയ്തതിന്റെ മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു എസ്കേപ്പ് ദ സെൻട്രലൈസ്ഡ് സിസ്റ്റം. ഈ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയോട് കൂടിയാണ് ക്രിപ്റ്റോ ആദ്യം ഡെവലപ്പ് ചെയ്തത്. പക്ഷേ എന്താണ് ഈ സെൻട്രലൈസ്ഡ് സിസ്റ്റം? അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങളുടെ ബാങ്ക് ബാലൻസ്, നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര രൂപ ബാക്കിയുണ്ട് എന്നറിയാവുന്ന എത്ര ആളുകളുണ്ട്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ പേര് പറയും, അതല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ്, ഇതൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷേ ഇവരൊന്നും അല്ലാതെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൃത്യമായിട്ട് അറിയാവുന്ന മറ്റ് ചില ആളുകളുണ്ട്. നിങ്ങളുടെ ബാങ്ക് മാനേജർ, അതല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലുള്ള ചില എക്സിക്യൂട്ടീവ്സ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നിങ്ങളുടെ ഡാറ്റയിൽ ആക്സസ് ഉണ്ട്. അതേപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ഇതേപോലെ പല ഏജൻസികൾക്കും പല ആളുകൾക്കും നിങ്ങളുടെ ഡാറ്റയിൽ ആക്സസ് ഉണ്ട്. നിങ്ങളുടെ ഈ ഡാറ്റ വേറെ ആരും ഷെയർ ചെയ്യരുത് എന്ന് നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ പോലും ഇതൊരിക്കലും നടക്കില്ല. കാരണം നിങ്ങളുടെ ID, നിങ്ങളുടെ അഡ്രസ്, നിങ്ങളുടെ ഫോൺ നമ്പർ, ഇതെല്ലാം നിങ്ങളുടെ ബാങ്കുമായിട്ടും നിങ്ങളുടെ പാൻ കാർഡുമായിട്ടും എല്ലാം കണക്റ്റഡ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ, നിങ്ങളുടെ നാട്ടിൽ ഒരു 5 ലക്ഷം രൂപയ്ക്കോ 10 ലക്ഷം രൂപയ്ക്കോ FD ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മെച്യൂർ ആവുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ അവിടുന്ന് ഒരു എക്സിക്യൂട്ടീവ് നിങ്ങളെ വിളിച്ചിട്ട് പറയും, സർ നിങ്ങളുടെ FD മെച്യൂർ ആകാൻ പോകുന്നു, നിങ്ങൾ റീഇൻവെസ്റ്റ് ചെയ്യുവാണോ പ്ലാൻ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ നിങ്ങളുടെ പ്ലാൻ എന്ന്. അപ്പോൾ ബാങ്ക് മാനേജർക്ക് മാത്രമല്ല അവിടെയുള്ള പല എക്സിക്യൂട്ടീവ്സിനും ഈ ഇൻഫർമേഷൻ കിട്ടാറുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് പല ഡിപ്പാർട്ട്മെന്റും ഹാൻഡിൽ ചെയ്യുന്നത് ഒരു അറ്റ്മോസ്റ്റ് അതോറിറ്റിയാണ്. നമ്മൾ ബാങ്കിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ RBI ആണ്. ഇനി നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ SEBI ആണ് സെൻട്രൽ അതോറിറ്റി. ഇനി നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താലും മറ്റെവിടെ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ആണെങ്കിൽ പോലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അതിന്റെ ഡാറ്റയിൽ ആക്സസ് ഉണ്ട്. ഇതാണ് സെൻട്രലൈസ്ഡ് സിസ്റ്റം. നിങ്ങളുടെ സാലറി ആണെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും നിങ്ങളുടെ പണം ആണെങ്കിൽ പോലും ആ ഡാറ്റയിലോട്ട് ആക്സസ് ഉള്ള പല ഏജൻസികളും. ഈ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ എല്ലാ ഇൻവെസ്റ്റ്മെന്റും നമ്മുടെ തന്നെ കൺട്രോളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമായിരുന്നു ഈ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ബേസിക്കലി ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു ഐഡിയ തന്നെ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നത്. ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത ക്രിപ്റ്റോ ബിറ്റ്കോയിൻ ആണ് എന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വാല്യൂ ഉള്ള ഏറ്റവും ആദ്യത്തെ ക്രിപ്റ്റോ ബിറ്റ്കോയിൻ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കൂടുതൽ ഡെപ്തിൽ ഇത് മനസ്സിലാക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ബിറ്റ്കോയിൻ ഡെവലപ്പ് ചെയ്ത
അതല്ലെങ്കിൽ ആദ്യത്തെ ക്രിപ്റ്റോ ഡെവലപ്പ് ചെയ്ത ആളുകളുടെ ജേർണി നമുക്ക് ഒരുമിച്ച് ഒന്ന് ചെയ്തു നോക്കാം. നമുക്ക് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഒരു ബ്രോഡ് ടോപ്പിക്കിലൂടെ ആദ്യം ട്രാവൽ ചെയ്തിട്ട് ബിറ്റ് കോയിനെ തന്നെ എക്സാമ്പിൾ ആക്കിക്കൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. സോ നമുക്ക് ആദ്യം അസ്യൂം ചെയ്യാം നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്, നമ്മൾ ഏകദേശം 100 പേരുണ്ട്, ഏകദേശം അല്ല കൃത്യമായിട്ട് നമ്മൾ 100 പേരുണ്ട് എന്നും കരുതുക. അപ്പോൾ നമ്മൾ ഈ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിനെ എസ്കേപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമുക്ക് എല്ലാവർക്കും ഒരു അക്കൗണ്ട് നമ്പർ വേണം. ഈ അക്കൗണ്ട് നമ്പർ എല്ലാവർക്കും പ്രൈവറ്റ് ആയിരിക്കണം. അത് മാത്രമല്ല ആ അക്കൗണ്ട് നമ്പർ ഹോൾഡ് ചെയ്യുന്നത് ഞാനാണ് എന്ന് മറ്റു 99 പേരും അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു പബ്ലിക് കീയും പ്രൈവറ്റ് കീയും ഡെവലപ്പ് ചെയ്തു. അതേപോലെ തന്നെ ഈ 99 പേർക്കും അവർക്ക് വേണ്ടിയിട്ട് ഓരോ പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ഡെവലപ്പ് ചെയ്യാം. ഈ കീ എന്ന് പറഞ്ഞാൽ നമ്പർ എന്ന് മാത്രം ഉദ്ദേശിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, എൻ്റെ പബ്ലിക് കീ 1 2 3 4 5 ആയിരിക്കും. എൻ്റെ പ്രൈവറ്റ് കീ 1 2 3 4 5 6 7 ABCDEFG ആയിരിക്കാം. മറ്റുള്ളവരുടെ മറ്റൊരു നമ്പർ ആയിരിക്കാം. ഈ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പിൻ നമ്പർ പോലെയാണ്. ഇത് മറ്റൊരാളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. ഞാൻ ഈ പിൻ കോഡ് അടിച്ചിട്ടാണ് എൻ്റെ ഈ അക്കൗണ്ടിൽ എന്തൊക്കെയുണ്ട് എനിക്ക് അതിലേക്ക് കയറിയിട്ട് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെങ്കിൽ, അതല്ലെങ്കിൽ അതിൽ നിന്ന് പണം വിഡ്രോ ചെയ്യണമെങ്കിൽ, ഇതിനൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതാണ് ഈ പ്രൈവറ്റ് കീ. ഇത് മറ്റൊരാളുമായിട്ടും ഞാൻ ഷെയർ ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മുടെ പബ്ലിക് കീ എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട് നമ്പർ പോലെയാണ്. അത് നമുക്ക് ആരുമായിട്ടും ഷെയർ ചെയ്യാം. കാരണം അവർക്ക് ഇങ്ങോട്ട് പൈസ അയക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നത് പോലെ ഈ പബ്ലിക് കീ നമ്മൾ അവർക്ക് കൊടുക്കും. ആൻഡ് വളരെ മേജറായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ പ്രൈവറ്റ് കീയുമായിട്ടോ പബ്ലിക് കീയുമായിട്ടോ എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ അറ്റാച്ച് ചെയ്തിട്ടില്ല. അതായത് തുടങ്ങുന്ന സമയത്ത് ആരും നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി, അതായത് എൻ്റെ പാൻ കാർഡോ എൻ്റെ ആധാർ കാർഡോ ഒന്നും അറ്റാച്ച് ചെയ്തിട്ടല്ല ഈ നമ്പർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് റാൻഡമായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു നമ്പറാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രൈവറ്റ് കീയോ പബ്ലിക് കീയോ കണ്ടതിന് ശേഷം വേറെ ഒരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല ഇതിൻ്റെ ഓണർ ഞാനാണ് എന്ന്. അപ്പോൾ 100 പേരും അവർക്ക് വേണ്ടി തന്നെ പ്രൈവറ്റ് കീയും പബ്ലിക് കീയും ഉണ്ടാക്കി. അപ്പോൾ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്തു. ഓൾറൈറ്റ്, അക്കൗണ്ട് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് എന്താണ്? നമുക്കൊരു കറൻസി വേണം. പക്ഷേ കറൻസി സെറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പ് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നമുക്ക് വേണം. നമ്മൾ ഈ 100 പേരിനുള്ളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും അല്ലെങ്കിൽ ഓരോ ട്രാൻസ്ഫറും വെരിഫൈ ചെയ്യാനായിട്ട് ഒരാൾ വേണം. അതായത് ഞാൻ 64ാമത്തെ പേഴ്സൺ ആണ് എന്ന് കരുതുക. ഞാൻ 87ാമത്തെ ആളിന് കുറച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ അയാൾക്ക് റിസീവ് ചെയ്താൽ പോലും അയാൾ റിസീവ് ചെയ്തില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതൊരു വലിയ പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത്? ഈ 100 പേരിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്തിട്ട് എല്ലാ ട്രാൻസാക്ഷനും വെരിഫൈ ചെയ്യാനായിട്ട് അയാളെ ഏൽപ്പിക്കുക, അല്ലേ? റൈറ്റ്? നോ, നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് പോലെ ആയിപ്പോവും. ആ ഒരാൾ ചിലപ്പോൾ കുറച്ച് ബയാസ് ഉള്ള ആളായിരിക്കാം, 87% കൂടെ നിൽക്കുന്ന ആളായിരിക്കാം. അതല്ലെങ്കിൽ അവർ ഒരു ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് നടക്കില്ല. അതല്ലെങ്കിൽ അവർക്ക് മിസ്റ്റേക്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ മുകളിൽ അവർ നമ്മുടെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ 100 പേരിൽ ഒരാളെ ചൂസ് ചെയ്തിട്ട് ഈ ട്രാൻസാക്ഷൻസ് വെരിഫൈ ചെയ്യാനായിട്ട് ഏൽപ്പിക്കുക എന്ന് പറയുന്നത് നടക്കില്ല. സോ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ 100 പേരുടെ ഇടയിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസും ഈ 100 പേരും വെരിഫൈ ചെയ്യും. അറ്റ്ലീസ്റ്റ് 51 പേരെങ്കിലും ഈ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്ത് ടിക്ക് ഇട്ടെങ്കിൽ മാത്രമേ അതൊരു പ്രോപ്പർ ട്രാൻസാക്ഷൻ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണ്? ഒരു ബയസും നടക്കില്ല. അതായത് എനിക്കൊരു ഫേക്ക് ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ ഞാൻ 51 പേരെയെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ആ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനി ഇതിന് 2 ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഞാൻ ബൈ മിസ്റ്റേക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആ പണം നഷ്ടപ്പെട്ടു. കാരണം ഇവിടെ ഒരു കസ്റ്റമർ കെയറോ അതല്ലെങ്കിൽ എനിക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ളൊരു സെല്ലോ അങ്ങനെ ഒന്നുമില്ല. ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധയോടുകൂടി ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ഒരു ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ കാര്യം, പ്രൈവറ്റ് കീ. ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ പ്രൈവറ്റ് കീ അത് ഞാൻ മറന്നുപോയാൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയാൽ എൻ്റെ അക്കൗണ്ടിലുള്ള എല്ലാ പൈസയും എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം ബാങ്കിൽ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് അവരെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ പലതരത്തിലുള്ള ഹെൽപ്പ് നമുക്ക് തരും. ഇവിടെ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് 100% എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഞാൻ മറന്നുപോയാൽ എൻ്റെ പണം നഷ്ടപ്പെട്ടു. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ 100 പേര് ചേർന്ന് ഇത്രയും കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ നെറ്റ്വർക്കിന് ഒരു പേര് കൊടുത്തു. ഫോർ എക്സാമ്പിൾ സ്റ്റാർ വാർസ് നെറ്റ്വർക്ക്. ഇനി എന്താണ്? ട്രാൻസാക്ഷൻ നടത്താനായിട്ട് നമുക്ക് കറൻസി ആവശ്യമാണ്. നമ്മൾ 100 പേർക്കും ഓരോ കറൻസി അല്ലെങ്കിൽ ഓരോ കോയിൻ വീതം കൊടുത്തു. ആ കോയിന് നമ്മളിട്ട പേരെന്താണ്? സ്റ്റാർ വാർസ് കോയിൻ. അപ്പോൾ നമ്മൾ തുടങ്ങിയ സമയത്ത് ടോട്ടൽ 100 പേരുണ്ട്. ഈ 100 പേർക്കും ഓരോ കോയിൻ വീതം ഉള്ളത് കൊണ്ട് തന്നെ ടോട്ടൽ 100 കോയിൻസ് ഉണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഈ നെറ്റ്വർക്ക് നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. ആർക്കും വന്ന് നമ്മുടെ ഈ നെറ്റ്വർക്കിലേക്ക് ജോയിൻ ചെയ്യാം. പക്ഷേ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു പ്രൈവറ്റ് കീയും പബ്ലിക് കീയും സ്വന്തമായിട്ട് ഉണ്ടാക്കണം, അത്രമാത്രം. അതിനുശേഷം അവർക്ക് നമ്മുടെ നെറ്റ്വർക്കിൽ വന്ന് ജോയിൻ ചെയ്യാം. പക്ഷേ അവർ ഇനി വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഫ്രീ ആയിട്ട് കോയിൻ കിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്.
അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ നമ്മൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ആ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യുന്ന ആ പ്രോസസ്സ് അത് അവർ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നമ്മൾ ഒരു 0.5 അതായത് ഹാഫ് കോയിൻ നമ്മൾ അവർക്ക് റെമ്യൂണറേഷൻ ആയിട്ട് കൊടുക്കും. അതായത് ഒരു ട്രാൻസാക്ഷൻ അവർ വെരിഫൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് 0.5 അതായത് ഹാഫ് കോയിൻ നമ്മൾ റെമ്യൂണറേഷൻ ആയിട്ട് കൊടുക്കും. സോ ഫോർ എക്സാമ്പിൾ ഒരു ട്രാൻസാക്ഷൻ നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിൽ നടന്നു കഴിഞ്ഞാൽ ഒരു ഹാഫ് കോയിൻ കൂടെ അവിടെ ഉണ്ടായി. അങ്ങനെ ടോട്ടൽ കോയിൻസ് എത്രയാവും? 100.5 കോയിൻസ് ആയിരിക്കും നമ്മുടെ നെറ്റ്വർക്കിൽ ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണ് പുതിയ പുതിയ കോയിൻസ് നമ്മുടെ ഈ നെറ്റ്വർക്കിലേക്ക് ആഡഡ് ആയിട്ട് വരുന്നത്. നമ്മളെല്ലാവരും ബിറ്റ് കോയിൻ മൈനിങ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. എക്സാക്ട്ലി ഇതുപോലല്ല നടക്കുന്നതെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ഐഡിയ മനസ്സിലാക്കാനായിട്ട് ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ കറൻസീസ് പ്രിൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ പുതിയ കറൻസീസ് അല്ലെങ്കിൽ പുതിയ കോയിൻസ് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് ആഡഡ് ആയിട്ട് വരും. അതാണ് ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണ്? ഓരോ ട്രാൻസാക്ഷനും വെരിഫൈ ചെയ്യാനായിട്ടും നമുക്ക് ഇതേ കാര്യം ഉപയോഗിക്കാം. ഇപ്പോൾ മെജോറിറ്റി ഓഫ് ആളുകൾക്കും ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഈ സ്റ്റാർ വാർസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ബിറ്റ് കോയിൻ എന്ന് പറയുന്ന നെറ്റ്വർക്കിനെ പറ്റി തന്നെ ആയിരുന്നു എന്ന്. ഓൾറൈറ്റ്, നമ്മുടെ ഇമാജിനേഷനൊക്കെ അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ 100 പേരേ ഉള്ളൂ എന്ന് കരുതുക. എല്ലാവർക്കും ഓരോ പുസ്തകവും ഓരോ പേനയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ വെരിഫൈ ചെയ്യാം, ട്രാൻസാക്ഷൻസ് ഒക്കെ ഡീൽ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. പക്ഷേ നമ്മുടെ ഈ നെറ്റ്വർക്ക് ഗ്രോ ചെയ്ത് 1000, 10,000, ലക്ഷക്കണക്കിന് ആളുകളായി കഴിഞ്ഞാൽ ഈ ബുക്കും പേനയും എടുത്തുകൊണ്ട് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി ഒരിക്കലും നടക്കില്ല. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി നമുക്ക് ആവശ്യമാണ്. 1991 ഡിജിറ്റൽ ഡാറ്റയെ ടൈം സ്റ്റാമ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്നൊരു ടെക്നോളജി ഉണ്ടായിരുന്നു. 2009 ആദ്യമായിട്ട് ബിറ്റ് കോയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ബിറ്റ് കോയിൻ ഡെവലപ്പ് ചെയ്തത്. ആ ടെക്നോളജിയുടെ പേരാണ് ബ്ലോക്ക് ചെയിൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടെക്നോളജിയാണ്. ബട്ട് ആക്ച്വലി നമ്മുടെ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോയി. ലെറ്റ് മീ ടേക്ക് എ ബ്രേക്ക്. റെസ്റ്റ് ഓഫ് ദി തിങ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.